ആമിൽ അൽ റസൂൽ അധ്യായം 12. അക്കാലത്ത് ഹെറോദേസ് മലിക്ക് മഹലിൽപ്പെട്ട ചിലരെ അദാബിലാക്കാൻ തുടങ്ങി. അവൻ യൂഹന്നയുടെ അഹുവായ യാക്കൂബിനെ വാൾ കൊണ്ട് കൊന്നു. ജൂതരെ ഇത് സഹാദത്തിലാക്കിയെന്ന് കണ്ടിട്ട് ഹെറോദേസ് സഫ്വാനായി പിടിച്ചു. അത് യൗമുൽ ഫത്തീറിൻ്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗ്രഹത്തിലടച്ചതിന് ശേഷം 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവൻ കാവലിനാക്കി. ഈദുൽ ഫിസ്സ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. ഇങ്ങനെ സഫ്വാൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ മഹല്ല് അവനു വേണ്ടി അള്ളാഹുവിനോട് ശ്രദ്ധയോടെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഇൻസാനിയത്തിൻ്റെ മുമ്പിൽ പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവരാൻ ഹെറോദേസ് നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേ രാത്രിയിൽ സഫ്വാൻ 2 ചങ്ങല കൊണ്ട് ബന്ധിതനായി 2 പടയാളികളുടെ ഇടയിൽ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹത്തിൻ്റെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഒരു മലക്ക് ളുഹൂറാക്കപ്പെട്ടു. ആ മുറിയാകെ വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അവൻ സഫ്വാനെ ഒരു വശത്ത് തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. മലക്ക് അവനോട് പറഞ്ഞു, നീ ഉടുപ്പും ചെരുപ്പും ഇടുക. അവൻ അങ്ങനെ ചെയ്തു. മലക്ക് വീണ്ടും പറഞ്ഞു, മേൽക്കുപ്പായം പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി മലക്കിൻ്റെ പിന്നാലെ ചെന്നു. എങ്കിലും മലക്ക് വഴി സംഭവിച്ചത് ഹഖീഖത്താണെന്ന് അവൻ അറിഞ്ഞില്ല. ഒരു മിറാജ് ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും വാതിലുകൾ കടന്ന് മദീനയിലേക്കുള്ള ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്കായി താനേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ മലക്ക് അപ്രത്യക്ഷനായി. അപ്പോഴാണ് സഫ്വാന് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു, റബ്ബ് തൻ്റെ മലക്കിനെ അയച്ച് ഹെറോദേസിൻ്റെ കയ്യിൽ നിന്നും ജൂതന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് സറാഹത്തായി. ഇക്കാര്യം തിരിച്ചറിഞ്ഞ ശേഷം സഫ്വാൻ മർക്കൂസ് എന്നു പേരുള്ള യൂഹന്നയുടെ ഉമ്മയായ മറിയത്തിൻ്റെ പുരയിലേക്ക് പോയി. അവിടെ ജമാഅത്തായി മോമിനീങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പുറത്തെ വാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന ഖാദിമ ഇറങ്ങി വന്നു നോക്കി. സഫ്വാൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ റോദ സഹാദത്തിലായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് സഫ്വാൻ വാതിൽക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. നീ മജ്നൂനാണ് എന്നവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ മലക്കായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. സഫ്വാൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് അജബിലായി. മിണ്ടാതിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് റബ്ബ് അവനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് സഫ്വാൻ വിവരിച്ചു. ഈ വിവരം യാക്കൂബിനോടും അഹ്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൻ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. സുബ്ഹ് ആയപ്പോൾ സഫ്വാൻ എവിടെ പോയി എന്നതിനെക്കുറിച്ച് പടയാളികളുടെ ഇടയിൽ വലിയ ബേജാറുണ്ടായി. അവനെ തിരഞ്ഞു കണ്ടെത്താതെ വന്നപ്പോൾ ഹെറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്തു. പിന്നെ സഫ്വാൻ യഹൂദിയായിൽ നിന്ന് കേസറിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. സോരിലും സീദോനിലുമുള്ള ഇൻസാനിയത്തുകളോട് ഹെറോദേസിന് കോപമുണ്ടായിരുന്നു. അവർ ഒത്തുചേർന്ന് മലിക്കിൻ്റെ കരീബിൽ ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലോസ്തോസിനെ സ്വാധീനിച്ച് സലാമത്തിനായി തലബ് ചെയ്തു. കാരണം അവരുടെ ദേശമൊജീനത്തിന് ആശ്രയിച്ചിരുന്നത് അവൻ്റെ നാടിനെയാണ്. നിശ്ചയിച്ച ദിവസത്തിൽ ഹെറോദേസ് രാജകീയ ഉടുപ്പെടുത്ത് അർശിലിരുന്ന് അവരോട് സംസാരിച്ചു. ഇൻസാനിയത്ത് ഒന്നായി വിളിച്ചു പറഞ്ഞു, ഇതൊരു ഇലാഹിൻ്റെ സ്വരമാണ്, ഇൻസാൻ്റേതല്ല. പെട്ടെന്ന് റബ്ബിൻ്റെ ഒരു മലക്ക് അവനെ അടിച്ചു. കാരണം അള്ളാഹുവിന് അവൻ തംജീദ് നൽകിയില്ല. പുഴുക്കൾ അവനെ തിന്നു. അവൻ മൗത്തായി. എന്നാൽ അള്ളാഹുവിൻ്റെ കലിമ ഇരട്ടിയായി വളർന്നു. ബാർണബാസും ശൗലും അവരുടെ ഖിദ്മത്ത് കാമിലാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മർക്കൂസ് എന്നു പേരുള്ള യൂഹന്നയെയും അവർ കൂടെ കൊണ്ടുപോന്നു.